ഞാൻ ഡോക്ടർ വരുൺ എസ് കുമാർ, കൊയ്യാനിൽ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യനാണ്. മുലപ്പാൽ എന്നത് കുഞ്ഞിൻ്റെ സമഗ്രവും സമീകൃതവുമായ ആഹാരമാണ്. കുഞ്ഞിൻ്റെ സമ്പൂർണ്ണമായ മാനസികവും ശാരീരികവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് മുലപ്പാൽ അത്യന്താപേക്ഷിതമാണ്. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസായ ലാക്ടാൽബുമിൻ, ലാക്ടോഗ്ലോബുലിൻ എന്നീ വേ പ്രോട്ടീൻസ്, ഫാറ്റി ആസിഡ്സ് എന്നിവ കുഞ്ഞിൻ്റെ പൂർണ്ണമായ തലച്ചോറിൻ്റെയും കണ്ണിൻ്റെയും വളർച്ചയ്ക്ക് സഹായകമാകുന്നു. ഒപ്പം മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ എന്നീ പോഷകങ്ങൾ, വൈറ്റമിൻസ് എന്നിവയോടൊപ്പം ആദ്യത്തെ 3-4 ദിവസം അമ്മ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊളസ്ട്രം എന്ന കട്ടിയേറിയ മഞ്ഞ നിറമുള്ള പാൽ, അവയിൽ അടങ്ങിയിരിക്കുന്ന അനേകായിരം ബയോ ആക്റ്റീവ് എലമെന്റ്സ്, ദഹനരസങ്ങൾ എന്നിവ കുഞ്ഞിൻ്റെ ഉദരത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഒപ്പം അതിലടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡീസായ ഇമ്മ്യൂണോഗ്ലോബുലിൻ എ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി എന്നിവ കുട്ടിയിൽ അണുബാധയുണ്ടാക്കുന്നത് പൂർണ്ണമായും തടയുന്നു. പഠനങ്ങൾ പ്രകാരം മുലപ്പാൽ ലഭിക്കുന്ന കുട്ടികളിൽ 14 മടങ്ങ് വയറിളക്കത്തിൻ്റെ അളവും 4 മടങ്ങ് ന്യൂമോണിയയുടെ അളവും മുലപ്പാൽ ലഭിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറവ് എന്നാണ് കണ്ടിരിക്കുന്നത്. നോർമൽ വജൈനൽ ഡെലിവറിയിലൂടെ ഉണ്ടായ ഒരു കുഞ്ഞിന് ഐഡിയലി ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ മുലയൂട്ടുന്നത് തുടങ്ങണമെന്നാണ് പറയപ്പെടുന്നത്. ഇതിലൂടെ നമ്മൾ മുലയൂട്ടാൻ തുടങ്ങുന്നതിലൂടെ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഒരു സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് ആണ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കുഞ്ഞിനെ അമ്മയോടൊപ്പം ഒരു ടമ്മി ടു ടമ്മി പൊസിഷനിൽ വെക്കുന്നതിലൂടെ അമ്മയും കുട്ടിയും തമ്മിലുള്ള വൈകാരിക ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും അപ്പുറം കുട്ടിയുടെ ശ്വാസഗതിയുടെയും ഹാർട്ട് റേറ്റിൻ്റെയും ഒപ്പം ഷുഗർ ലെവൽസിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും സ്റ്റെബിലൈസേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മാതാപിതാക്കൾ ഏറ്റവും അധികം ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണിത്. അതായത് കുട്ടിക്ക് പാൽ ശരിയായി ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് മാതാവിന് ഏറ്റവും അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നാൽ, ആദ്യത്തെ ദിവസങ്ങളിൽ അമ്മയോടൊപ്പം ഒരേ റൂമിലാണ് കുട്ടി ഉള്ളതെങ്കിൽ അതിന് നമ്മൾ റൂമിംഗ് ഇൻ എന്ന് പറയും. അത് നമ്മൾ എല്ലാ ഹോസ്പിറ്റലുകളിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത്തരത്തിൽ റൂമിംഗ് ഇൻ ചെയ്യുന്നതിലൂടെ കുട്ടിയുടെ ഹങ്കർ ക്യൂസ്, അതായത് കുട്ടി വിശക്കുമ്പോൾ കാണിക്കുന്ന ക്യൂസ് അറിയാൻ അമ്മയ്ക്ക് സാധിക്കുന്നു. പൂർണ്ണ വളർച്ചയെത്തി ജനിക്കുന്ന ഒരു ടേം ബേബിക്ക് അമ്മ പാൽ കൊടുക്കുമ്പോൾ, അതായത് എല്ലാ 2-3 മണിക്കൂർ വിട്ട് പാൽ കൊടുക്കുന്നതിന് ശേഷം കുട്ടി ഒരു 2-3 മണിക്കൂർ ഉറങ്ങുന്നുണ്ടോ എങ്കിൽ അതിനർത്ഥം കുട്ടിക്ക് ശരിയായി പാൽ ലഭിക്കുന്നു എന്നതാണ്. ഒപ്പം കുട്ടിയെ റെഗുലറായി ചെക്കപ്പിന് വരുന്ന സമയങ്ങളിൽ കുട്ടിയുടെ വെയിറ്റ് കൂടുന്നു എന്നതിലും ഒപ്പം എല്ലാ ദിവസവും കുട്ടി 6 മുതൽ 8 തവണ മൂത്രമൊഴിക്കുന്നു എന്നതും കുട്ടിക്ക് ശരിയായി പാൽ ലഭിക്കുന്നു എന്നതിൻ്റെ അളവുകോലുകളാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുട്ടിക്ക് പാൽ കൊടുക്കുന്ന സമയത്ത് പൂർണ്ണമായും 20 മിനിറ്റും ഒരു മുലയിൽ നിന്ന് മാത്രം പാൽ കൊടുക്കേണ്ടതാണ്. അതായത് നമ്മൾ പാൽ കൊടുക്കുന്ന സമയത്ത് ആദ്യം വരുന്ന മുലപ്പാലിൻ്റെ പേര് ഫോർ മിൽക്ക് എന്നാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ഇത് കുട്ടിയുടെ ദാഹം ശമിപ്പിക്കുന്നത്. എന്നാൽ പിന്നീട് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ബ്രസ്റ്റ് ഫീഡിങ് വരുന്നത് ഹൈൻ മിൽക്കാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൂടുതലും ഫാറ്റാണ്. ഇത് കുട്ടിയുടെ വിശപ്പ് ശമിപ്പിക്കുന്നു, ഒപ്പം കുട്ടിയുടെ വെയിറ്റ് ഗെയിനും സഹായിക്കുന്നു. എന്നാൽ നമ്മൾ 2 ബ്രസ്റ്റിലും മാറി മാറി ഒരേ സമയം ഫീഡ് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് ഫോർ മിൽക്ക് മാത്രം ലഭിക്കുകയും കുട്ടിയുടെ വെയിറ്റ് കൂടാതെ ആവുകയും ചെയ്യുന്നു. ഇതിനുള്ള മെയിൻ പരിഹാരം എന്നത് നമ്മൾ ഒരു ബ്രസ്റ്റിൽ നിന്ന് മാത്രം 20 മിനിറ്റ് കുട്ടിക്ക് പാൽ കൊടുക്കുക എന്നതാണ്. മുലയൂട്ടുന്ന മാതാക്കളിൽ സാധാരണയായി കാണുന്ന കോമൺ പ്രശ്നങ്ങളാണ് ബ്രസ്റ്റ് എൻഗോജ്മെന്റ്, സോർ നിപ്പിൾസ്, ക്രാക്ക് നിപ്പിൾസ്, ഇൻവേർട്ടഡ് നിപ്പിൾസ് എന്നിവ. ഇതിൽ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ് ബ്രസ്റ്റ് എൻഗോർജ്മെന്റ് അഥവാ പാൽപ്പനി എന്ന് നമ്മൾ പറയുന്നത്. ബ്രസ്റ്റ് എൻഗോർജ്മെന്റിന്റെ കാരണമാകുന്നത് സാധാരണയിൽ നിന്നും കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുലപ്പാലോ ഇല്ല എങ്കിൽ കുട്ടി ശരിയായി ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്തതോ ആകാം. ഇതിലൂടെ ബ്രസ്റ്റ് മിൽക്ക് കടന്നു വരുന്നതായിട്ടുള്ള ഡക്റ്റുകളിൽ തങ്ങപ്പെടുകയും അതവിടെ കെട്ടിനിന്ന് ബ്രസ്റ്റുകളിൽ കല്ലിപ്പും വേദനയും, തൊടുമ്പോൾ ഉണ്ടാകുന്ന വേദനയായ ടെൻഡർനെസ്സും ഒപ്പം കക്ഷങ്ങളിൽ നീരും വേദനയും ഉണ്ടാകുന്നതാണ്. കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട് എന്നതിനോടൊപ്പം തന്നെ അമ്മയ്ക്ക് പനിയും ചിൽസും ഇതിനോടൊപ്പം വരുന്നതാണ്. ഇതിനുള്ള പ്രധാന പരിഹാരം എന്നത് ശരിയായി ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുക, റെഗുലറായി ബ്രസ്റ്റ് മാനുവലി അതല്ലെങ്കിൽ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് എംറ്റി ചെയ്യുക എന്നതാണ്. ഇതിൽ നിന്ന് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോട്ട് ഫോമെന്റേഷൻ, അതായത് ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്ത തുണി അവിടെ വെക്കുന്നതിലൂടെയും നമുക്ക് ബ്രസ്റ്റ് എൻഗോർജ്മെന്റ് കുറയ്ക്കാൻ പറ്റും.
ഇത് ചെയ്യുന്നതിലൂടെ ബ്രസ്റ്റ് എൻകോറേജ്മെന്റ് മാറുന്നില്ല എന്നുണ്ടെങ്കിലോ തുടർച്ചയായി പനിയും ചിൽസും വരുന്നു എന്നുണ്ടെങ്കിലോ നമ്മൾ അതിനെ മാസ്റ്റൈറ്റിസ് അഥവാ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനായി കണക്കാക്കുകയും അതിന് നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടതുമാണ്. ഇതിനോടൊപ്പം കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് സോർ നിപ്പിൾസ് അഥവാ ക്രാക്ക് നിപ്പിൾസ് എന്നത്. കുട്ടി ശരിയായി ലാച്ച് ചെയ്യാത്തതോ അല്ലെങ്കിൽ കുട്ടി പാല് കുടിക്കുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട പൊസിഷൻ കറക്റ്റ് ആകാത്തതോ ആണ് ഇതിന് കാരണമാകുന്നത്. ഇതിലൂടെ നിപ്പിളിൽ ഉണ്ടാകുന്ന വിണ്ട് കീറലാണ് ഈ പ്രശ്നത്തിന് കാരണമാകുന്നത്. ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തതിന് ശേഷം അവിടെ ശരിയായി വൃത്തിയാക്കുകയും ഒപ്പം അവിടെ ബ്രസ്റ്റ് മിൽക്ക് അപ്ലൈ ചെയ്യുന്നതുമാണ് ഇതിനുള്ള പരിഹാരം. പ്രസവത്തിന് ശേഷമുള്ള ആദ്യ മണിക്കൂറിൽ തന്നെ മുലയൂട്ടൽ തുടങ്ങുന്നതിലൂടെ അമ്മയിൽ ഉണ്ടാകുന്ന ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ അമ്മയിൽ തന്നെ രക്തസ്രാവം ഉണ്ടാകുന്നത് തടയാൻ സഹായിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ അമ്മ പ്രഗ്നൻസി സമയത്ത് ഗെയിൻ ചെയ്ത അമിതഭാരം ഓരോ തവണ പാൽ കൊടുക്കുമ്പോഴും നഷ്ടപ്പെടുന്ന 500 കാലറിയിലൂടെ അമ്മയ്ക്ക് അമിതഭാരം നഷ്ടപ്പെടുത്താനും സഹായിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ അമ്മയ്ക്ക് ഒവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ എന്നിവ വരുന്നതും തടയാൻ ബ്രസ്റ്റ് ഫീഡിംഗ് ഒരു വലിയ തോതിൽ സഹായിക്കുന്നു. കുഞ്ഞു ജനിച്ച് ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രമാണ് കൊടുക്കേണ്ടത്. മുലപ്പാലിന് പുറമെ വേറെ ഒന്നും കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല. മുലപ്പാലിൽ 88% ജലാംശമുള്ളത്. ഇത് കുഞ്ഞിൻ്റെ ദാഹം ശമിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മുലപ്പാലിന് പുറമെ ജലമോ തേനോ ഒന്നും തന്നെ കുട്ടിക്ക് കൊടുക്കുന്നതിൻ്റെ ആവശ്യകത ഇല്ല. വെള്ളമോ തേനോ മറ്റ് സാധനങ്ങളോ കുഞ്ഞിന് നൽകുന്നതിലൂടെ കുഞ്ഞിൽ അണുബാധ ഉണ്ടാകുന്നതിൻ്റെ അളവും വളരെയേറെ കൂടുന്നതാണ്. ഇതും നമ്മൾ മുലപ്പാൽ മാത്രം കൊടുക്കുന്നതിലൂടെ നമുക്ക് പൂർണ്ണമായും തടയാൻ സാധിക്കുന്നതാണ്. പ്രഗ്നൻസി സമയത്തെന്നതുപോലെ തന്നെ മുലയൂട്ടുമ്പോഴും അമ്മമാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ ആഹാരം. കുട്ടിക്ക് ആവശ്യമായ മുലപ്പാലിൽ ഉണ്ടാകുന്ന എല്ലാ ന്യൂട്രിയൻസും ആക്ച്വലി അത് അമ്മയുടെ ശരീരത്തിൽ നിന്നും എടുക്കുന്നതാണ്. അമ്മ ശരിയായി ആഹാരം കഴിച്ചില്ല എങ്കിൽ അമ്മയുടെ ശരീരത്തിലുള്ള കരുതൽ ശേഖരങ്ങളായ ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസ് ഉപയോഗിച്ച് ഈ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതിലൂടെ അമ്മയിൽ ഇത്തരത്തിലുള്ള പോഷകങ്ങളുടെ കുറവുണ്ടാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അമ്മ വളരെ സമീകൃതമായ ഒരു ആഹാരമാണ് ഈ മുലയൂട്ടുന്ന ടൈമിൽ കഴിക്കേണ്ടത്. അതോടൊപ്പം തന്നെ അമ്മയിൽ നിന്ന് നഷ്ടപ്പെടുന്ന ജലാംശവും വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓൾമോസ്റ്റ് 3 ലിറ്ററോളം വെള്ളം ദിവസവും അമ്മ മിനിമം അത്രയെങ്കിലും കുടിക്കേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ സമീകൃതം ആഹാരം എന്നതിൽ നാരുവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തേണ്ടതാണ്. അമ്മയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ എ മധുരക്കിഴങ്ങിൽ നിന്നും, പപ്പായയിൽ നിന്നും, റാഗിയിൽ നിന്നും, ഒപ്പം അമ്മയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ സി സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച് എന്നീ പുളിപ്പുള്ള പഴവർഗ്ഗങ്ങളിൽ നിന്നും, ഒപ്പം അമ്മയ്ക്ക് ആവശ്യമായ കാൽഷ്യവും വൈറ്റമിൻ ഡിയും ലഭിക്കുന്നതിനായി അമ്മയ്ക്ക് ആഹാരത്തിൽ 200 ml പാലും ഒപ്പം മുട്ടയും മത്സ്യവർഗ്ഗങ്ങളും ഇറച്ചിയും ലിവറും ഉൾപ്പെടുത്താവുന്നതാണ്. ജോലി ചെയ്യുന്ന അമ്മമാർക്ക് തീർച്ചയായും മുലയൂട്ടൽ തുടരാൻ സാധിക്കുന്നതാണ്. ജോലിക്ക് പോകുന്നതിന് മുൻപേയായി അവർക്ക് പാൽ മാനുവലിയോ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചോ എക്സ്പ്രസ് ചെയ്ത് വീട്ടിൽ വെച്ചതിന് ശേഷം ജോലിക്ക് പോകാവുന്നതാണ്. ഇത്തരത്തിൽ എക്സ്പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാല് റൂം ടെമ്പറേച്ചറിൽ 6 മുതൽ 8 മണിക്കൂർ വരെയും റെഫ്രിജറേറ്ററിൽ ഓൾമോസ്റ്റ് 24 hours വരെയും സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ മുലപ്പാൽ നമുക്ക് ഫ്രീസറിൽ -20°C 3 മുതൽ 6 മാസം വരെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യത്തെ 6 മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആയിരിക്കണം കുട്ടിക്ക് നൽകേണ്ടത്. അതായത് മുലപ്പാൽ മാത്രമാണ് കുട്ടിക്ക് നൽകേണ്ടത്. 6 മാസത്തിന് ശേഷം കുട്ടിയുടെ ആഹാരത്തിൽ മുലപ്പാലിന് പുറമെ ബാക്കി ആഹാരങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. 6ാമത്തെ മാസത്തിൽ കുറുക്ക് വകകളാണ് നമ്മൾ സാധാരണയായി ഉൾപ്പെടുത്തുന്നത്. 8 മാസത്തിൽ പ്രോട്ടീനും അതേപോലെ തന്നെ 12 മാസമാകുമ്പോൾ കുട്ടി ഫാമിലി പോട്ട് ഫീഡിംഗ്, അതായത് ഫാമിലിയിലുള്ള ബാക്കി അംഗങ്ങൾ കഴിക്കുന്ന അതേ തരത്തിലുള്ള ആഹാരങ്ങൾ എരിവും പുളിയും കുറച്ച് കുട്ടിക്ക് നൽകാൻ തുടങ്ങേണ്ടതാണ്. 2 വയസ്സോടുകൂടി കുട്ടിയുടെ മുലപ്പാൽ നൽകുന്നത് നിർത്തേണ്ടതാണ്. ഇത്തരത്തിൽ 2 വയസ്സോടുകൂടി മുലപ്പാൽ നൽകുന്നത് നിർത്തിയില്ല എങ്കിൽ കുട്ടി ബ്രസ്റ്റ് അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ബ്രസ്റ്റിനോടുള്ള അമിതമായ അഡിക്ഷനാണ് കുട്ടിയിൽ ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. അതിലൂടെ അമ്മയ്ക്ക് മാനസികമായ ബുദ്ധിമുട്ടുകളും കുട്ടിക്കും മാനസികവും ബൗദ്ധികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതാണ്. മുലപ്പാൽ എന്നത് ഒരു കുഞ്ഞിന് നൽകുന്ന ഏറ്റവും വലിയ ഔഷധവും ഒരു കുഞ്ഞിന് ലഭിക്കുന്ന ആദ്യത്തെ വാക്സിനുമാണ്.
മുലപ്പാൽ നൽകുന്നതിലൂടെ കുഞ്ഞിന് ഭാവിയിൽ ഉണ്ടാകുന്ന എല്ലാവിധ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ എന്നിവയിൽ നിന്നും, അലർജി, അണുബാധ എന്നിവയിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കുന്നതിലൂടെ ആദ്യത്തെ 6 മാസം കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രം നൽകാൻ നാം ശ്രമിക്കേണ്ടതാണ്. എന്നാൽ ചില അമ്മമാർക്ക് പല അസുഖങ്ങളാലോ എന്നാൽ മുലപ്പാലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതിനാലോ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവുകയും അത്തരം മാതാപിതാക്കളോട് നാം ഫോർമുല ഫീഡുകളെ പറ്റി അഡ്വൈസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ ഫോർമുല ഫീഡുകൾ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിനേക്കാൾ നല്ലത് എന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഫോർമുല ഫീഡുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും പലതാണ് നാം നൽകുന്നത്. 1 മുതൽ 6 മാസം വരെ ഒരു തരത്തിലുള്ള ഫോർമുല ഫീഡും അതിനുശേഷം അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയ ഫോർമുല ഫീഡുകളുമാണ് നാം അഡ്വൈസ് ചെയ്യുന്നത്. മുലപ്പാൽ എന്നത് അമൃതിന് തുല്യമാണ്. മുലപ്പാൽ ഏതൊരു കുഞ്ഞിൻ്റെയും ജന്മാവകാശമാണ്. മുലപ്പാൽ എന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധമാണ്. ബ്രസ്റ്റ് ഫീഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ഇഷ്യൂസിനും കൺസേൺസിനും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പൊയ്യാനൻ ഹോസ്പിറ്റൽ കോഴഞ്ചേരി അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ തിങ്കൾ മുതൽ ശനി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവുന്നതാണ്.